പിണറായി വിജയൻ്റെ വീട്ടിലും മരുമകൻ്റെ വീട്ടിലും എക്സാലോജിക്ക് കമ്പനി അടച്ചുപൂട്ടിയിടത്തും അതുപോലെ CMRL കരിമണൽ കർത്താവ് വീട്ടിലുമൊക്കെ റെയ്ഡ് തകർക്കുകയാണ്. അതെ. അപ്പോൾ ഈ റെയ്ഡിന് അനുവാദം കൊടുത്തത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി EDക്ക് റെയ്ഡിന് അനുവാദം കൊടുത്തു. അവർ കൃത്യമായിട്ട് റെയ്ഡ് നടത്തുന്നു. ഈ റെയ്ഡ് നടത്തിയതിനു ശേഷം ED ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിൽ കൃത്യമായിട്ട് പറയുന്നു, പിണറായി വിജയനും മകളും ഈ കേസിൽ ഉൾപ്പെട്ടവരാണ്, അവരിതിന്റെ ഗുണഫലം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇവര് സേവനം നൽകാതെ കൈക്കൂലി വാങ്ങി അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് എന്നുള്ള ശക്തമായ ഭാഷയിൽ EDയുടെ വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷേ പതിവ് പോലെ അന്തം കമ്മികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. രസകരമായ കാര്യം, ഇതിൽ കണ്ണൂരിൽ പിണറായിയുടെ വീട് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ആ ജീപ്പ് എടുക്കാൻ വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഇന്നിപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കണ്ടു, പാണ്ഡ്യാലമുക്കിൽ. ഇന്ന് കുറച്ചുകൂടെ ക്യാമറകൾക്ക് അകത്തോട് കയറാൻ പറ്റും. മറ്റേ ഗേറ്റിന്റെ പുറത്ത് ഗേറ്റ് പൂട്ടിക്കാണല്ലോ, ഇത് ഗേറ്റ് തുറന്നതുകൊണ്ട് EDക്കാർ ഗേറ്റ് തുറന്നുകൊണ്ട് കുറച്ചുകൂടെ അകത്തോട്ട്. അത് ഗംഭീര വീട് തന്നെയാണ് കേട്ടോ, അത്ര ചെറിയ വീടല്ല നമ്മൾ വിചാരിക്കും പോലെ. അതൊരു ഉഗ്ര വീട്. അവിടെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതും ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. കാരണം പലരും പിന്നെ സമരം നടത്താൻ വിളിച്ച പണി നോക്കാൻ പറഞ്ഞാണ്. കാരണം തോക്ക സ്റ്റൺ ഗണ്ണും വെച്ചോണ്ടാണ് അവിടെ ആള് നിൽക്കുന്നത്. അല്ല, അവിടെ അവർ ഉദ്ദേശിക്കുന്നത് റെയ്ഡ് തടയുകയല്ല, മാധ്യമപ്രവർത്തകരെ തടയുകയാണ്. കാരണം എന്താണെന്നറിയാം, ഈ വീട് പുറത്ത് വന്നു കഴിഞ്ഞു. അതാണ് യഥാർത്ഥ കാര്യം. അപ്പൊ എന്താണെങ്കിലും CPM അണികൾ ആഹ്വാനം ചെയ്ത് റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ അടക്കം കൈകാര്യം ചെയ്യാൻ വേണ്ടി ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരത്ത് സ്ഥലത്ത് ഇതിനുള്ള ആഹ്വാനമായിട്ടുണ്ട് ഈ റെയ്ഡ് നടക്കുന്നിടത്ത്. ഇനിയും കരിമണൽ കർത്തായുടെ ഓഫീസിനും CPM സംരക്ഷണം ഒരുക്കണമല്ലോ. കാരണം സ്വന്തം കുടുംബത്തെക്കാളും വിധേയത്വം പുലർത്തേണ്ടതാണ്. കാരണം മാസ ചെലവിന് പൈസ കൊടുക്കുന്ന ആളാണ്. കരിമണൽ കർത്തായുടെ വീടും എല്ലാം ഉണ്ട്, കർത്തായ്ക്കും ഒക്കെ ഇത്. എന്താണെങ്കിലും രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ തൈക്കണ്ടി വീണയും മുഹമ്മദ് റിയാസ് മുങ്ങി. അദ്ദേഹം എവിടെ യാത്രയിലായിരുന്നു, അയാൾ ആ വഴിക്കൂടെ മുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ എങ്ങാണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കൊരു സംശയം, പിന്നെ മറ്റന്നാളും കണ്ടല്ലേ നിയമസഭാ സമ്മേളനം? അതെ, മറ്റന്നാൾ 29. ഇങ്ങനെ കിട്ടുമോ അതോ വല്ല ജയിലിൽ അവിടെ തന്നെ ഇരിക്കുമോ അതോ പരപ്പന അഗ്രഹാര ജയിലിലോ മറ്റോ പോയി കിടക്കേണ്ടി വരുമോ അതോ തിഹാർ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്ക് അറിയാം. എന്താണെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരി, ഏറ്റവും നിഷ്ഠൂരനും ക്രൂരനും ഭീകരനുമായ ഭരണാധികാരി, അയാൾക്കുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയിൽ മറുനാടൻ ടീമിന് വളരെയധികം സന്തോഷമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഇയാളുടെ കള്ളത്തരങ്ങൾക്കും ഇയാളുടെ തരികിടകൾക്കുമെതിരെ ആകെ ഈ കേരളത്തിൽ പ്രതികരിച്ച ഒരേ ഒരു മാധ്യമം മറുനാടൻ മലയാളിയാണ്, ശക്തമായ രീതിയിൽ. പിന്നെ അല്പം കൂടി ഗ്രേഡ് കുറച്ച് ഇതിനൊപ്പം നിന്നത് ഏഷ്യാനെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാധ്യമങ്ങളെയും പിണറായിയുടെ പോലീസും ഇയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിയും ഇയാളുടെ കാവൽ നായായിരുന്ന AD അജിത് കുമാറും ചേർന്ന് വേട്ടയാടുകയുണ്ടായി. ഇപ്പൊ AD അജിത് കുമാർ ഓടി നടക്കുകയാണ്. തെക്കൻ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയെ കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നത്. അയാളെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല, അയാൾക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല. പ്രവാസി വ്യവസായിയുടെ ഒക്കെ വാക്ക് കേൾക്കാതിരിക്കുന്നതാണ് കോൺഗ്രസ്സുകാർക്ക് നല്ലത്. അതല്ലെങ്കിൽ ഇതൊക്കെ ഇത്തരക്കാരെ വാക്ക് കേട്ടണം ഓരോന്നിറങ്ങി പുറപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇതേ ജനം നല്ല ബുദ്ധിയുള്ള ജനമാണ്. ഇപ്പൊ അവർ തിരിച്ചും കൊടുക്കും. അത് രമേശ് ചെന്നിത്തല അടക്കം മനസ്സിലാക്കിക്കൊള്ളുക. ഇത്തവണ പിണറായി വിജയന് കിട്ടിയ തിരിച്ചടി ജനം മനസ്സിലാക്കിയതാണ്. അവിടെ പാർട്ടിയോ മറ്റു കാര്യമോ ഒന്നും നോക്കിയില്ല. ഇത്രയും വലിയൊരു അഴിമതിക്കാരൻ, ഇത്രയും വലിയൊരു കള്ളൻ, ഈ കള്ളനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, തിരുട്ട് ഫാമിലിക്ക് വേണ്ടി ചെയ്യേണ്ട. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് തിരുട്ട് ഫാമിലി. ഇപ്പൊ ഇവർക്കെതിരെയുള്ള നടപടിക്കുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി. ഇനിയും പിണറായി വിജയൻ അകത്തു പോകുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അറിയേണ്ടത്. തിരുവനന്തപുരത്ത് ഒരു 9-9:45 വരെയും പ്രതിഷേധമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ കാര്യം മെഞ്ഞാന്ന് കിട്ടിയ അടിയുടെ ചൂട് പലർക്കും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും വിളിച്ചാൽ വരാൻ വിസമ്മതിക്കും. കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഈ കൊട്ടാരം കാണാൻ ഇപ്പോൾ വാടക താമസിക്കുന്ന കൊട്ടാരം സ്വന്തമായാണോ എന്ന് അറിഞ്ഞും കൂടെ. ഏതായാലും ആ പുതിയ കൊട്ടാരം കാണാൻ വേണ്ടിയെങ്കിലും കുറേ പേര് വരുമായിരിക്കും, അവിടെ പ്രതിഷേധിക്കാൻ വരുമായിരിക്കും. പക്ഷേ യന്ത്രത്തോക്കമായിട്ടാണ് മറ്റേ NIA-കാരുടെ അവിടെ ഈ ED വന്നിട്ടുള്ളത്, CRP-കാരെയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തോക്കിന് മുന്നിൽ മറ്റേ അടിയുടെ മുന്നിൽ അടിവറാത്ത പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഈ സാധനം കണ്ട ചെറിയ പേടിയൊന്നും. കണ്ണൂർ സാക്കിൾ വെളിയുന്നുണ്ട്, താളം ചവിട്ടുന്നതേ ഉള്ളൂ. ഈ സ്റ്റൺഗണ്ണ് വെച്ചോണ്ടിരിക്കുന്ന പിടിക്കാൻ ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ആരുടെ ലക്ഷ്യം ഈ ഉദ്യോഗസ്ഥരെ തടയുകയല്ല, മാധ്യമങ്ങളെ തടയുകയാണ്. കണ്ണൂരിൽ പട്ടിയാലാമുക്കിലെ വീട്ടിൽ ശരിക്കും ഏതെങ്കിലും കാരണവശാൽ ED റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രീഫിങ്ങിനായിട്ട് മാധ്യമങ്ങളെ അകത്തേക്ക് വിളിച്ചാൽ അതോടുകൂടി പിണറായി വിജയൻ്റെ സകലമാന കള്ളത്തരവും ഒന്നുകൂടി അനാവരണം ചെയ്യപ്പെടും. അതെ, ഈ വീടിൻ്റെ ആഡംബര വീടെന്നൊക്കെയാണ് പറയുന്നത്.
എന്ത് തരത്തിലുള്ള വീടാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനകത്തെ കുറെ വിഷയങ്ങൾ കണ്ടപ്പോൾ വലിയ വീട് തന്നെ, വലിയ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. വലിയ വീടാണ്. അല്ലെ, കൊട്ടാര സദൃശമായ നാട്ടുകാരുടെ കാശ് കഴിഞ്ഞ 10 വർഷമായിട്ട് മോഷ്ടിച്ച് പുട്ടടിച്ചുകൊണ്ടിരുന്ന അപ്പനും മകളും അവർ ജയിലിലേക്ക് പോട്ടെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് തമിഴ്നാട്ടിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്, കർണാടകയിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും നമ്മൾ ഇത്തരം ഭരണാധികാരികളെ അഴിമതിക്ക് കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ അത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ലല്ലു പ്രസാദ് യാദവ്, അതുപോലെ ജയലളിത, ശശികല. പക്ഷേ കേരളത്തിൽ ഇത് ആദ്യമായിട്ട് കാണുന്നു. ഇത്രയും നാൾ പിണറായി വിജയനെ പുകഴ്ത്തി പൊക്കിക്കൊണ്ട് നടന്ന ആൾക്കാർക്ക് ഇപ്പോൾ അയാൾ മനസ്സിലാകുന്നു, ഒടുവിൽ ലോകം തിരിച്ചറിയുന്നു ഇയാൾ പരമ കള്ളൻ. കണ്ണൂരിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ ഇയാളെ വീടിൽ നടക്കുന്ന റെയ്ഡിനെ തടയാനെന്നും പറഞ്ഞവിടെ എത്തിയ പല സഹാക്കളും ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. അതെ, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്കാരെ വിളിച്ച് നേതാവ് വിളിച്ച് വരാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വന്ന് അവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുകയായിരിക്കും മിക്കവാറും. അല്ല, എനിക്കിതിനകത്ത് 1-2 ക്ലാരിറ്റി ആവശ്യമുണ്ട്. എന്ത് കാരണം പറഞ്ഞാണ് ഇവർ തടയുന്നത്? ചുമ്മാ തന്നെ ഞങ്ങളുടെ നേതാവിൻ്റെ വീട്ടിൽ കയറാറായോ എന്നുള്ളതാണ് നിങ്ങൾ. ഞങ്ങളുടെ നേതാവിനെല്ലാം അതീതനാണ്, അദ്ദേഹം ഇതാണ് കാരണഭൂതനാണ്. കാരണഭൂതൻ ദൈവമാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇതിനകത്ത് രാഷ്ട്രീയ നിയമമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമമാണ്. ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങി എന്നുള്ളതാണ്. ചെയ്യാത്ത സേവനത്തിന് ഫീസ് വാങ്ങി, അതായത് മാസപ്പടി വാങ്ങി എന്നുള്ളതാണ്. അതിന് വ്യക്തമായ രേഖകളുണ്ട്. മാസപ്പടി ഡയറി ഉണ്ട്. പിന്നെ കരിമണൽ കർത്തായുടെ ഉദ്യോഗസ്ഥർ മൊഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീറ്റിപ്പോറ്റുന്ന അല്ലെ നിങ്ങളുടെ ചെലവിൽ തടിച്ചു കൊടുക്കുന്ന കരിമണൽ കർത്ത മൊഴി മാറ്റേണ്ട കാര്യമില്ല, അല്ലെ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരെ മൊഴി മാറ്റേണ്ട കാര്യമില്ല. ഇതിനകത്ത് ആരെയും ഭീഷണിപ്പെടുത്തി മൊഴി എടുപ്പിച്ചതല്ല, രേഖകളുണ്ട്. കൊടുത്ത മൊഴിയാണത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ വന്ന കണക്കാണ്. ആ കണക്ക് തൈക്കണ്ടി വീണയോ പിണറായി വിജയനോ നിഷേധിക്കുന്നില്ല. പിണറായി വിജയൻ നിഷേധിക്കാൻ അവസരം കൊടുക്കുകയല്ല. ഈ സ്റ്റൺഗണ്ണും വെച്ച് ആളുകൾ ഇയാളെ വീടിന് ചുറ്റും നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പണ്ട് NIA റെയ്ഡ് പിടികൂടാൻ വന്നതാണ് പോപ്പുലർ ഫ്രണ്ടുകാരെ. അന്നും ജനക്കൂട്ടം ഓടിയെത്തി. ഇതുപോലെ സാറിന് ഇവരെ രീതി, പോപ്പുലർ ഫ്രണ്ടിന്റെ രീതി, ഈ ഇത്തരം റെയ്ഡ് പോലെ നടക്കുകയാണെങ്കിൽ ജനക്കൂട്ടം ഇളവ് എന്ന് വളർന്നു വെച്ച് അവസാനം അത് റെയ്ഡ് പൊളിക്കും. അതെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ അവരുടെ കയ്യിരിക്കണ തോക്ക് കണ്ടപ്പം പിന്നെ വന്ന ഈ പോപ്പുലർ ഫ്രണ്ടുകാർ അതുവഴി അങ്ങ് പോയി തിരിച്ചു. അല്ല, ഇതിനകത്ത് ഇപ്പം ലോക്കൽ പോലീസ് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ എന്താണ്, പിന്നെ ഇവരുടെ ഒരു കഥ വളരെ, ഇവരുടെയൊക്കെ ന്യായീകരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. മനുഷ്യർ വിശ്വസിക്കുന്ന കഥകളാണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ നിഷ്കളങ്കരായ മനുഷ്യർ കുറെ കാലം വിശ്വസിച്ചിരുന്നു. ഇപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെ അല്ല എന്നുള്ളത്. ഇപ്പൊ ഇവര് ഇന്നലെ സതീശൻ നരേന്ദ്രമോദിയെ കണ്ടു, അതിന് പിന്നാലെ ഇവിടെ റെയ്ഡ് നടത്തി. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി അല്ലേ ഈ കഴിഞ്ഞ കാലം എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്? സതീശനും നരേന്ദ്രമോദിയും കൂടി ഇന്നലെ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഡീൽ ഉണ്ടാകുന്നത്? ഈ ഡീൽ അതിനു മുമ്പ് നരേന്ദ്രമോദി ആയിരുന്നല്ലോ, നരേന്ദ്രമോദിക്ക് പിടിക്കാമായിരുന്നല്ലോ ഇയാളെ, എന്തുകൊണ്ട് പിടിക്കാമായിരുന്നല്ലോ. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഈ CPM കേരളത്തിൽ തീർത്താൽ മാത്രമേ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവർക്ക് ചുവടുറപ്പിക്കാൻ ഇപ്പോൾ 3 സീറ്റ് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടി ഇതോടുകൂടി ഏതാണ് 5 വർഷം കൊണ്ട് തീരുന്ന ലക്ഷണമാണ് അവർ കാണുന്നത്. BJP കൂടെ ചുവട് ഉറപ്പിക്കണമെങ്കിൽ CPM തകർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഈ സതീശൻ മോദി തിയറി പറയുന്ന അന്തം കമ്മികൾ കണ്ണുപൊട്ടന്മാരാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വാർത്തയുണ്ട്, ഇന്നത്തെ ചാനലുകളിലെല്ലാം വാർത്തയുണ്ട്. CMRL മാസപ്പടി കേസ് റദ്ദാക്കണമെന്നും പറഞ്ഞിട്ടാണ് ശശിധരൻ കർത്ത, അയാളും അയാളുടെ സ്റ്റാഫുകൾ ഒത്തിരി പേര് ഹർജി കൊടുത്തിരുന്നു. ആ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി ഹൈക്കോടതി തള്ളിയെന്ന് മാത്രമല്ല, ED അന്വേഷണം തുടരാൻ അനുമതി കൊടുത്തു. അതിന് നരേന്ദ്രമോദിയെ ചെന്ന് സതീശൻ കണ്ട ED അന്വേഷണം നടക്കുമോ? ED അവരുടെ ജോലി പൂർത്തീകരിക്കണം. അവരൊരു കേസ് ഫയൽ ഓപ്പൺ ചെയ്തതാണ്. അതിനാണ് നിങ്ങൾ തടസ്സം നിന്നത് ഹൈക്കോടതിയിൽ പോയിട്ട്. ഹൈക്കോടതി ആ തടസ്സം നീക്കിയിട്ട് അടുത്ത കോൺസ്റ്റോ വരുന്നതിന് മുമ്പ് അവർ കയറി റെയ്ഡ് ചെയ്തു. അത് അവരുടെ ജോലിയാണ്, അവരുടെ കടമയാണത്. കാരണം ഇവര് സുപ്രീം കോടതി പോകും. അത് അന്നേരം വീണ്ടും അതിന് തടസ്സം നേരിടും. അപ്പോൾ അവരെന്ത് സംഭവിച്ചു? അവർ ഇന്നലെ തള്ളി, ഇന്ന് വെളുപ്പാങ്കാലത്തെ അവർ കയറി റെയ്ഡ് ചെയ്തു. അത് അവരുടെ ഡ്യൂട്ടി. അതിന് സതീശനും പിണറായി വിജയനും സതീശനും നരേന്ദ്രമോദിയും ഇന്ത്യയിൽ ആദ്യ സംഭവമൊന്നുമല്ല. ഇന്ത്യ ഭരിച്ചിരുന്ന ഇതുപോലെ കാട്ടുകള്ളന്മാരായ ഭരണാധികാരികളെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും, ലാലു പ്രസാദ് യാദവിനൊക്കെ നമ്മൾ കണ്ടിട്ട് എത്രയോ പേരെ നേരത്തെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ഇത് ഒരു ആദ്യ സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. R ബാലകൃഷ്ണപിള്ളയെ പണ്ട് അഴിമതി കേസ് ശിക്ഷിച്ച് അദ്ദേഹം ജയിലിൽ പോയതിന് ശേഷം ഒരു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നത് ഇത് ആദ്യമായിട്ട് തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മകളുടെയൊക്കെ തന്നെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും പുറത്തു വരാനുണ്ട്. ഇത് ഒരു കമ്പനിയുടെ പേരെ വന്നിട്ടുള്ളൂ, CMRL മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ.
അത് ഇനി ഇതുപോലെ എത്രയോ കമ്പനികൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഇവർ നടത്തിയ വിദേശ സന്ദർശനങ്ങൾ. ഇയാളുടെ മകന് ഏതാണ്ട് കമ്പനി ഉണ്ട്, എന്തോ അയാൾ ജോലി ഉണ്ടെന്നോ, അത് കമ്പനിയാ, എന്തോ കമ്പനിയോ ജോലിയുണ്ട്. പക്ഷേ ഈ അവിടുത്തെ NRI അക്കൗണ്ട് വഴിയാണ് പണം മാറ്റുന്നത്. അതിനുവേണ്ടിയാണ് അയാളെ വിദേശത്ത് വിട്ടിരിക്കുന്നത്. അയാളെ അന്വേഷിക്കണം, അയാളെയും പിടിക്കണം. കാരണം നമുക്കറിയാം 1.72 കോടി രൂപയാണ് സേവനം ചെയ്യാതെ വാങ്ങിയത്. എന്നിട്ട് ഇതിനെ കൊണ്ട് ഈ കൈക്കൂലി പണത്തിന്, ഈ മാസപ്പടി പണത്തിന് ഇവര് ടാക്സ് അടച്ചു. മോള് ചേർത്ത സേവനത്തിന് ഇത്രയും പണം വാങ്ങി മോനും അവിടെ ഗൾഫിൽ ചേർത്ത സേവനത്തിന് പൈസ വാങ്ങുന്നുണ്ടായിരിക്കും. പിന്നെ ക്ലിഫ് ഹൗസിന്റെ ഒരു സംരക്ഷണയിൽ എല്ലാം നേടിയെടുത്തു. ഇപ്പം മുഖ്യമന്ത്രിക്കെതിരായ ഒരു കേസായിരുന്ന സമയത്ത് കോടതികൾ അത് വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്തത്. ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതോടെ ആ ഒരു കാര്യത്തിലും തീരുമാനമാകുകയും എല്ലാം തീരുമാനമായി കഴിഞ്ഞു. ഇനി ഇയാളുടെ കാര്യത്തിൽ ഇനി ജയിലിൽ പോയി കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും ദിവസം കാണിച്ച മാത്രമല്ല മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കണം. ഈ CMRL മാത്രം പോരാ, വേറെ എത്രയോ ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകളുണ്ട് ഇത്തരത്തിലുള്ള. മാത്രമല്ല CPM-ന്റെ ഈ മന്ത്രിമാരായിരുന്നവരും ഒക്കെ തന്നെ കാട്ടിക്കൂട്ടിയ ഭീകരമായ ക്രമക്കേടുകൾ നമുക്ക് തന്നെ അറിയാം. എത്ര കൊച്ചിയിലും കേരളത്തിലെ പല ജില്ലകളിലും നടന്ന വൻ ഭൂമി ഇടപാടുകൾ, ഇവർ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ, ഇവരുടെ ബിനാമി സമ്പാദ്യങ്ങൾ, ഇവർ തുടങ്ങിയ ഹോട്ടലുകളെന്ന് പറയുന്നുണ്ട്. അന്വേഷിക്കണം. ഇഡിക്ക് അതിനുള്ള അധികാരം. വിദേശയാത്രകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ട വിദേശയാത്രകളാണ്. ഈ വിദേശയാത്രകളിൽ പോകുമ്പോൾ പിണറായിയും അയാളുടെ ഒരു ഏറ്റവും അടുപ്പത്തിലുള്ള ഒരാളും ഉണ്ടായിരുന്നു. അതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ പിണറായി വിദേശത്തും അവിടെ എവിടെയും പോയി തട്ടിപ്പ് നടത്തുമ്പോൾ P. ശശിയുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതും അന്വേഷിക്കും. മാത്രമല്ല ഇവർക്ക് ഇത്രയും വലിയ തുക കിട്ടുമ്പോൾ ഉള്ളത് പങ്ക് ഇവർക്കും കിട്ടും. അല്ല, അത് അവരെടുക്കുന്നില്ല, അവർ സെപ്പറേറ്റ് ആയിരിക്കും കൊണ്ടുപോയി. അത് ആ പിണറായിക്കുള്ളത് ആ വഴിക്കൂടെ പോകുന്നു. ഇവരവിടെ ഇരുന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് മോഷ്ടിച്ചതുണ്ടോ? ഈ P. ശശിയുടെ ഇടപാടുകൾ മുഴുവൻ അന്വേഷിക്കണം. സാമ്പത്തിക ഇടപാടുകൾ, അയാൾ സാമ്പത്തിക കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് തർക്ക പരിഹാര കേസുകൾ P. ശശി ഇടപെട്ട് പോലീസിനെ ഉപയോഗിച്ചു. IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ സമ്പാദ്യങ്ങളും അവരുടെ ഇത്തരത്തിലുള്ള ഈ ആയുധ നേട്ടങ്ങൾ, അവരുടെ സ്വത്ത് സമ്പാദനം കേരളത്തിന് പുറത്ത് ഒരു സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. കിഫ്ബിയിലും അന്വേഷണം പറഞ്ഞു. ഈ കിഫ്ബി എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. KM എബ്രഹാമിനെ ചോദ്യം ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും. ഈ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിന് ജനങ്ങൾ ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിട്ടത് കോൺഗ്രസ് അധ്വാനിച്ചുകൊണ്ടതല്ല, ഈ പിണറായി സർക്കാരിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ജനങ്ങളുടെ ഒരു അഭിലാഷത്തിൻ്റെ ഭാഗമാണ്. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇതേ ജനങ്ങൾ തന്നെ കോൺഗ്രസിനെ പുറംകാലുകൊണ്ട് തൊഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രതിഷേധിക്കാൻ വന്നവർ പാവങ്ങളാണ്, അവർക്ക് വേറെ വഴിയില്ല. അല്ല, അത് തന്നെയാണ് നമുക്ക് ഈ പ്രിയപ്പെട്ട അന്തം കമ്മി അടിമ അണികളോട് പറയാനുള്ളത്. ഇത് വലിയ കള്ളനാണ്, പെരുങ്കള്ളനാണ്. ഇയാൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ നിങ്ങൾ നിൽക്കരുത്. വെറുതെ കേന്ദ്രസേനയുടെ വെടിയുണ്ട കയറി ആശുപത്രി പോയി കിടക്കാനുള്ള അറിയാമോ പാട്ട് എഴുതിയിട്ട് കാര്യമൊന്നും. അതെ, അവസാനം വെടിയും മേടിച്ചിട്ട് പോയിട്ട് പിണറായിയും മകളും ഊരിപ്പോവും, പിന്നെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കും. വലിയ പെരുങ്കള്ളനാണ് അയാൾ. അയാളുടെ മകൾ മുഖേന, അയാളുടെ മകൻ മുഖേനയും അയാൾ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ ബാക്കി പിന്നാലെ വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സാമാന്യം ചോറുണ്ണുന്ന സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ കടക്ക് പുറത്ത് എന്ന് അവർ മാൻഡേറ്റ് കൊടുത്തു. ആ മാൻഡേറ്റ് പ്രകാരം പുറത്ത് ഇറങ്ങിയ പുറകെ തന്നെ ഇയാളെ കാത്തിരുന്ന ഏജൻസികൾ പിടിച്ചു. അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഉള്ളതിന് ഒരു അടിവര കൂടി. അയ്യപ്പൻ കലിയുഗ വരദനാണ് എന്നുള്ളത് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം. ഇയാൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഇയാളുടെ പാപങ്ങളൊന്നും ഒഴിഞ്ഞു പോയിട്ടുള്ളത് തെളിവാണിത്. എന്താണെങ്കിലും ശരി, പിണറായി വിജയൻ പോയി ഉണ്ട തിന്നട്ടെ. നിങ്ങൾ വെറുതെ എന്തിനാ വെടിയുണ്ട കയറി ചാകാൻ നിൽക്കുന്നത്? നിങ്ങൾ വീട്ടിൽ പോയി സമാധാനപരമായിരിക്കും. നിങ്ങൾ ദയവായി പുഷ്പന്മാരാകരുത്. അത്രയും.